ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പിയാണ്. ചെറിയൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെയും നൂഡിൽസിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും, ഒപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ഇതുപോലെ നീളത്തിൽ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ സ്ട്രിപ്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് കട്ടിയിലുള്ള സ്ട്രിപ്സ് എടുക്കരുത്, കുറച്ച് തിന്നായിട്ട് തന്നെ എടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു ചെറിയ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ്. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് സോയ സോസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി, അതായത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം ഉപ്പ്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സോയ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാകും, അത് നോക്കിയിട്ടേ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതെല്ലാം കൂടെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് തിക്കായിട്ടായിരിക്കണം ഇരിക്കുന്നത്. ഒരുപാട് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് എല്ലായിടത്തും ഒന്ന് ആകുന്ന പോലെ ആക്കിയെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, 1-2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവും. ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ സ്ട്രിപ്സും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ വെന്ത് കിട്ടണം, എന്നാൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേവാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ആ എണ്ണ കുറച്ച് ബാക്കിയുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 10 കാഷ്യൂനട്ട്, 10 മുതൽ 12 വരെ കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു 4 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പം തീർത്തും അങ്ങ് തിന്നായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന പരുവം മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അതും ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തതാണ്. അപ്പം ക്യാപ്സിക്കം പല കളറുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, കാണാനൊരു ഭംഗിയുണ്ടാവും. അതും ഒന്ന് വാടി തുടങ്ങിയാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമുക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 3.5 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ സോസൊക്കെ ചിക്കൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് ആകുന്നത് പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുള്ളതാണ്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ കൂടുതൽ വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സോസൊക്കെ ആ ചിക്കൻ്റെ എല്ലായിടത്തും ഒന്ന് കോട്ടായി കിട്ടിയാൽ മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരുപാട് നേരം മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, 1 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. 1 മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർക്കുന്ന സോസിനൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ എരിവും പുളിയും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരല്പം വെളുത്ത എള്ളും കൂടെ ഒന്ന് മേലെ ഒന്ന് വിതറി കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ എള്ളും കൂടെയൊക്കെ ഒന്ന് വിതറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. ഇപ്പോൾ ക്യാപ്സിക്കവും സോസും എല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിരുന്നത് കൂടിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അവിടെ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.